അതുകൊണ്ട് വീട്ടിൽ ഫ്രണ്ട്സിനെ കൊണ്ടുവരുന്ന കാര്യം നീ എന്നെ നേരത്തെ അറിയിച്ചിരിക്കണം. എൻ്റെ വീട്ടിൽ ഇതാദ്യമായിട്ടാണ് ഞാൻ ഒരു മദ്യക്കുപ്പി കാണുന്നത്. ഫ്രണ്ട്സിൻ്റെ മുമ്പിൽ വെച്ച് നിന്നെ കൂടുതൽ വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയാണ് ഞാനിത് എറിഞ്ഞുടയ്ക്കാത്തത്. സോ ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ് അഗെയിൻ. നിങ്ങളെല്ലാവരും ഒരു ദിവസം നെക്സ്റ്റ് സൺഡേ തന്നെ ആയിക്കോട്ടെ, ഞാൻ ഉച്ച ഊണിന് ക്ഷണിക്കും. പ്ലീസ് കം. ഹേമ വേടിക്കി. ബാലുവിന്റെ ഗതികേട് നിങ്ങൾ നേരിട്ട് കണ്ടല്ലോ അല്ലേ? സ്വന്തം വീട്ടിൽ ഫ്രണ്ട്സിനെ കൊണ്ടുവരാൻ പോലും ഫ്രീഡം ഇല്ല. കഷ്ടം. ഇവർ ബാലുവിന്റെ അച്ഛന്റെ വീട്ടിൽ അഭയം തേടി വന്ന സ്ത്രീ. ഈ വീടും മറ്റ് വീടുകളും കമ്പനിയൊക്കെ ബാലുവിന്റെ അച്ഛൻ്റെതാണ്. വന്ന് കയറിയവള് ഭരണം ഏറ്റെടുത്തു. ഭരണം നടത്തേണ്ടവൻ പുറത്ത്. കഥകളൊക്കെ ഞാനും കേട്ടിട്ടുണ്ട്. പക്ഷെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ധരിച്ചിരുന്നത് അവർ ബാലുവിന്റെ സ്വന്തം അമ്മയാണെന്ന്. വളർന്നു കഴിഞ്ഞപ്പോഴാ കഥകളൊക്കെ ഓരോന്നായിട്ട് കേട്ടു തുടങ്ങിയത്. പക്ഷേ അവരുടെ സംസാരം പെരുമാറ്റം എനിക്കിഷ്ടായി. ഇടയ്ക്ക് എനിക്കിട്ടൊരു കുത്തു തന്നെങ്കിലും ഇതുപോലൊരു കമ്പനി കൊണ്ടു നടക്കാൻ ഇത്രയും ശക്തിയുള്ള ഒരു സ്ത്രീയെ കൊണ്ടേ സാധിക്കൂ. വയസ്സെത്രയായി എങ്കിലും അവരുടെ ശബ്ദത്തിന് എന്തൊരു കരുത്ത്. നോക്കിലും വാക്കിലും ചലനങ്ങളിലും എല്ലാം അധികാരത്തിന്റെ ഗർവം തുടിച്ചു നിൽക്കുന്ന കണ്ടില്ലേ? അത് ബാലുവിന്റെ കഴിവുകേട്. അർഹിക്കുന്നത് പിടിച്ചെടുക്കാനുള്ള ധൈര്യം വേണം, ആണത്തം വേണം. മതി, നിർത്ത്. നമുക്കിന്ന് പിരിയാം. വി ഷാൽ മീറ്റ് ടുമോറോ. ഐ എം നോട്ട് ഫീലിംഗ് വെൽ. സോറി ഫോർ ദ ഡിസ്റ്റർബൻസ്. ബൈ. ഓക്കെടാ. ഓക്കെ, ബൈ. ബൈ. എങ്ങനുണ്ട് ബാലുവിന്റെ വീട്? അകവും പുറവും മനോഹരം. ആ അമ്മ ഒഴികെ മറ്റെല്ലാം നല്ലതാ. എന്താ ഹേമയ്ക്ക് ഈ വീട് സ്വന്താക്കണമെന്നുണ്ടോ? കളിയാക്കല്ലേ ത്യാഗോണ്ണ. ശരി, വീടിന്റെ കാര്യം ഇരിക്കട്ടെ. ബാലുവിന്റെ കാര്യോ? ഇതിപ്പോ 25 രാമകൃഷ്ണ, അത് പോരല്ലോ. സ്പിരിറ്റ് ഇറക്കിയ കാശും വണ്ടിക്കൂലിയും ചേർത്ത് നോക്കുമ്പോ ഇത് പോരല്ലോ. അത് പിന്നെ രാജഗോപാലൻ മുതലാളി പോലും 24 വെച്ചാ പിരിച്ചോണ്ടിരുന്നേ. സത്യം പറഞ്ഞാ അത് തന്നെ കൂടുതലാ സാറേ. സാറല്ല, മുതലാളി. ഓ, അതുകൊണ്ട് കുറച്ചു നാളത്തേക്ക് 25 വെച്ച് പിടിച്ച ഉപകാരമായിരിക്കും. ഉപകാരം? ആർക്കുപകാരം? എനിക്കോ അതോ തനിക്കോ? എടോ രാമകൃഷ്ണ, ബിസിനസ്സിൽ ഉപകാരവും ഉപദ്രവവും ഇല്ല, ലാഭവും നഷ്ടവുമേ ഉള്ളൂ. ഞാൻ കാശിറക്കുമ്പോൾ എനിക്ക് വേണ്ടത് പരമാവധി ലാഭമാണ്. അല്ലാതെ തനിക്ക് ലാഭം ഉണ്ടാക്കാനും ഉപകാരം ചെയ്യാനുമായിട്ട് എൻ്റെ കാശ് ഞാൻ ഇറക്കണമെന്ന് പറയാൻ തനിക്ക് നാണമില്ലല്ലോ. കരാറ് പ്രകാരം താൻ എനിക്ക് 30 വെച്ച് തരണം. ഇതിപ്പോൾ 25 ഉള്ളൂ. തുടക്കത്തിൽ 2 മാസം ഞാൻ 25 മതിയെന്ന് വെച്ചു. അത് കച്ചവടമൊന്ന് പഠിച്ചു വരാൻ സമയം വേണമെന്ന് വിചാരിച്ചിട്ടാ. തനിക്ക് ലാഭം വേണേൽ അത് ഉണ്ടാക്കാൻ എന്തൊക്കെ മാർഗങ്ങൾ ഈ ബിസിനസ്സിലുണ്ട്. അറിയാൻ വയ്യെങ്കിൽ എന്നോട് ചോദിക്ക്, ഞാൻ പറഞ്ഞുതരാം. അതിന് പകരം എനിക്ക് തരാനുള്ളതിൽ കൈയിട്ട് വാരാൻ നോക്കിയാ അത് നടക്കത്തില്ല മോനെ രാമകൃഷ്ണ. വീട്ടില് കുഞ്ഞുകുട്ടി പരാധീനങ്ങളുള്ളതാ സാറേ. എനിക്കും ജീവിക്കണ്ടേ? സാറല്ല, മുതലാളി. ഓ, മുതലാളി. ഓ, മൂത്ത കൊച്ച് +2 പാസ്സായി. ഓ, എൻട്രൻസ് ലിസ്റ്റ് പേരുണ്ട്. ആഹാ. അവളെ ഒന്ന് എഞ്ചിനീയറിംഗിന് ചേർക്കണമെന്ന എന്റെ ആശ. കുറച്ച് കാശിന് വലിവുണ്ടിപ്പോ. ദയവ് വിചാരിച്ച് കുറച്ച് ഇളവ് തരണം.
രാമകൃഷ്ണ, തനിക്ക് കുഞ്ഞുകുട്ടി പരാധീനതകൾ ഉണ്ടായതിൻ്റെ കാരണക്കാരൻ ഞാനാണോ? ഞാൻ പറഞ്ഞു താൻ കല്യാണം കഴിക്കാനും പിള്ളേരുണ്ടാക്കാനും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ അവർക്ക് ചെലവിന് കൊടുക്കാനും അവരെ കോളേജിൽ ചേർക്കാനും എൻ്റെ ലാഭത്തിൽ നിന്ന് കുറയ്ക്കണമെന്ന് പറയുന്നത് എവിടത്തെ ന്യായവാ? താൻ പിള്ളേരെ ജനിപ്പിക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു അവർക്ക് എങ്ങനെ ചെലവിന് കൊടുക്കണമെന്ന്. തൻ്റെ വകയായിട്ട് 2 or 3 പിള്ളേര് കൂടി ഉണ്ടായിട്ട് വേണ്ടിയിരുന്നില്ലല്ലോ ഈ ഭൂമിയിൽ മനുഷ്യവംശം പുലരാൻ. ജനസംഖ്യ കൂടിക്കൂടി വരുന്നു. മുതലാളി കണ്ണി ചോരയില്ലാതെ സംസാരിക്കരുത്. ചോരയും കണ്ണീരൊന്നും ഗ്ലാസ്സിൽ ഒഴിച്ച് വിറ്റ ആരും വന്ന് കുടിക്കത്തില്ലല്ലോ രാമകൃഷ്ണ. അതിന് കള്ളോ ചാരായോ വേണ്ടേ? അത് ഗ്ലാസ്സിൽ ഒഴിച്ച് കൊടുക്കണമെങ്കിൽ ചെലവ് കുറേ ഉണ്ടല്ലോ. കാശാണെങ്കിൽ വളരെ ബന്ധപ്പെട്ട മാത്രം ഉണ്ടാകുന്നതാ, അനുഭവത്തിൽ നിന്ന് പറയുന്നതാ. അതുകൊണ്ട് അടുത്ത മാസം മുതൽ 30 വെച്ച് തന്നിരിക്കണം. 30,000. 1 രൂപ കുറഞ്ഞാൽ അതിന് നീ അപ്പം അനുഭവിക്കും. പറഞ്ഞേക്കാം. ഓ, മഴ കിടക്കുന്നു, മാറിക്കേ. ചന്ദ്രചൂഡൻ, കളേഴ്സ് വിമൻ ഷോപ്പ്, 25,000. വേലായുധൻ ആചാരി, രമണിക ജൂലേഴ്സ്, 15,000. ദേ, അമ്മ അയാളെ കാണുമ്പോൾ പറയണം പൈസ കൃത്യമായിട്ട് തന്നില്ലെങ്കിൽ കട ഒഴിഞ്ഞു തരണമെന്ന്. അമ്മയെ കാണുമ്പോൾ അയ്യോ പാവെന്നൊക്കെ പറഞ്ഞേ അയാൾ നമ്മളെ പറ്റിച്ചോണ്ടിരിക്കുക. ഈ വേലായുധനാചാരി ഒരു പാവാ മോളെ. എത്രയോ കാലമായിട്ട് എനിക്കറിയാം. പണ്ട് അമ്മയുണ്ടായിരുന്ന കാലത്ത് ഞങ്ങൾക്ക് പണ്ടെല്ലാം പണിയിച്ചോണ്ടിരുന്നത് അയാളോട് പറഞ്ഞ അന്നും ഇന്നും അയാൾക്ക് ഒരു മേൽഗതിയും ഇല്ല. മനസ്സ് നന്നാവണം, എന്നാലേ മേൽഗതി ഉണ്ടാവൂ. അയാൾക്ക് മാത്രമായിട്ട് ഇളവ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? അമ്മ സ്ട്രിക്റ്റ് ആയിട്ട് പറയണം. നമുക്ക് മാസം തോറും എത്ര രൂപയാ നഷ്ടം? പറ. അലി അക്ബർ, ജ്യൂസ് ആൻഡ് ഷേക്സ്, 25,000. അയ്യോ, കൊച്ചുമാവ നല്ല സുന്ദരക്കുട്ടനായിട്ട് വരുന്നുണ്ടല്ലോ. ഇതെന്താ മുടി വെട്ടുന്നില്ലേ? സാധാരണ ആഴ്ച തോറും ചെന്ന് പറ്റ വെട്ടുന്നതാണല്ലോ. കൊച്ചേട്ടന് ഇഷ്ടമുള്ളതുപോലെ ചെയ്യട്ടെ. നിനക്കെന്താ ചെയ്ത? എന്താ കൊച്ചേട്ടാ, എന്തെങ്കിലും ആവശ്യമുണ്ടോ? പൈസയോ? കൊച്ചമ്മാവൻ എന്തിനാ പൈസ? അമ്പലത്തിൽ വഴിപാടിനുള്ളത് ഞാൻ മേശ വെച്ചിട്ടുണ്ടല്ലോ. കൊച്ചമ്മാവൻ ആകെ മാറി. വെരി ഗുഡ്, എനിക്ക് സന്തോഷമായി. പക്ഷേ മനസ്സിലുള്ളത് കൊച്ചമ്മാവൻ തുറന്നു പറയുന്നില്ല. സത്യം പറ കൊച്ചമ്മാവ, എന്താ പ്രശ്നം? എന്തോ തക്കതായ കാര്യമുണ്ടെന്ന് കൊച്ചമ്മാവന്റെ മുഖത്ത് നോക്കിയാൽ അറിയാം. എന്താന്ന് തുറന്നു പറഞ്ഞാ തീർന്നില്ലേ? കൊച്ചേട്ടന് ഇഷ്ടമുള്ളത് വാങ്ങിച്ചോ. ഇത് കൊച്ചേട്ടനും കൂടെ പണമല്ലേ. ഇവളിങ്ങനെ ഓരോന്നൊക്കെ പറയും, അത് ശ്രദ്ധിക്കണ്ട. ഇതാ പൈസ. എന്റെ കൊച്ചമ്മാവൻ നല്ല കളർഫുൾ ഷർട്ട് ഇട്ട് സുന്ദര കുട്ടപ്പനായിട്ട് നടക്കുന്നതല്ലേ എനിക്കും ഇഷ്ടം. നടക്കട്ടെ, പക്ഷേ ഒരു ദിവസം ഞാൻ തൊണ്ടി സഹിതം പിടികൂടും, തീർച്ച. ഏയ്, നീ വെറുതെ ഓരോന്ന് ആവശ്യമില്ലാതെ ചുമ്മാ വായിക്ക. 4 സ്റ്റാൻലി കൊട്ടാരത്തിൽ 7,250. സ്റ്റാൻലി കൊട്ടാരത്തിൽ അങ്കിള് വന്നിട്ട് ഒരുപാട് നേരമായോ? ഇപ്പൊ അങ്കിള് ഞാനും നല്ല ഫ്രണ്ട്സ് ആയല്ലേ?
മാത്സ് ടീച്ചർ പഠിപ്പിക്കുന്ന ഒന്നും മനസ്സിലാകുന്നില്ല. ആ ചിലപ്പോഴൊക്കെ. മോളെ വേഗം നടക്കാൻ നോക്ക്, അമ്മയ്ക്ക് വീട്ടിൽ പോയി ഒരുപാട് ജോലിയുണ്ട്. വാ. അമ്മയുടെ മുഖത്തെന്താ പെട്ടെന്നൊരു ദേഷ്യം? എനിക്കാരോടും ഒരു ദേഷ്യമില്ല, എല്ലാം നിനക്ക് തോന്നുന്നതാ. അമ്മയ്ക്ക് പനിയുണ്ടോന്നൊരു സംശയം. ചൂടില്ല, നല്ല തണുപ്പ്. അമ്മയ്ക്ക് എന്തോ അസുഖമുണ്ട്. പനിയല്ല, മറ്റെന്തോ ആണ്. ദേഹം വിയർക്കുന്ന കണ്ടില്ലേ? ഈയിടെ കൊച്ചു വർത്തമാനം കുറച്ച് കൂടുന്നുണ്ട്. മിണ്ടാതെ നടക്കുന്നുണ്ടോ? ഞാൻ വെറുതെ പറഞ്ഞല്ല. അമ്മ തന്നെ നോക്ക്, അമ്മയുടെ കൈ വിറയ്ക്കുന്നു. ആ പ്രസാദം ഇങ്ങത്താ, ഞാൻ പിടിച്ചോളാം. എന്റെ കയ്യിലിരുന്ന എന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. കൈ കൂടുതൽ വരച്ചാ പ്രസാദം താഴെ വീഴും. പ്രസാദം താഴെ വീഴുന്ന ദോഷാണെന്ന് അമ്മ തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത്? താഴെ വീഴാതെ ഞാൻ നോക്കിക്കോളാം. തിരിഞ്ഞു നോക്കി കാല് വല്ലയിടത്തും തട്ടി വീഴാതെ നീ സൂക്ഷിച്ച് നടന്നാ മതി. പോ. ആ, നിനക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ഇഡലി എടുത്ത് കഴിച്ചോ. ഞാനൊന്ന് ടോയ്ലറ്റിൽ പോയി വരാം. അമ്മ വന്നിട്ട് രണ്ടുപേർക്കും കൂടി കഴിക്കാം. അമ്മേ, അയ്യോ, സമയം ഇത്രയായോ? ഈശ്വര. 4:30 എന്നെ വിളിച്ചുണർത്തി പഠിക്കാനിരുത്തിയിട്ട് അമ്മ പിന്നെയും കിടന്നുറങ്ങി. നീ പിന്നെ എന്താ 6 മണിക്ക് എന്നെ വിളിക്കാത്തത്? അമ്മ തളർന്നുറങ്ങുന്ന കണ്ടപ്പോ സങ്കടം തോന്നി. പാവം, ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. പഠിച്ചു.
അമ്മ എന്താ നോക്കുന്നത്? കമ്മലിന്റെ ആണി പോയോ? ഒന്നും പോയില്ല മോളെ. നിന്റെ ശ്രദ്ധ പുസ്തകത്തിലല്ല. ഇങ്ങനെ പഠിച്ചിട്ട് ഒരു ഫലവും ഇല്ല. അമ്മ ഇന്നലെ എന്നോട് പറഞ്ഞില്ലേ നടുവിന് വേദനയാണെന്ന്. ആ വേദനയും വെച്ചോണ്ട് കട്ടിലടിയിലൊക്കെ കുനിഞ്ഞടന്ന് നോക്കുന്നോണ്ട് ചോദിച്ചു പോയതാ. എന്താ കാണാതെ പോയെന്ന് പറ. പഠിച്ചു കഴിഞ്ഞ് ഞാൻ നോക്കിയെടുത്തു തരാം. ഒന്നുമില്ല. അടുക്കളയിലേക്ക് പോകാൻ അമ്മ ഇത്ര ധൃതി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. അമ്മുമ്മ വെളുപ്പാങ്കാലത്ത് തന്നെ അടുക്കളയിൽ കയറിയിട്ടുണ്ട്. പാചകവും തുടങ്ങി. അച്യുതന്റെ ഗുണം കേട്ടു കേട്ടാവോളം ഇച്ഛ മറ്റൊന്നിനും കൈവരാ നിർണയം. വിശ്വനാഥോദയം കേൾപ്പതിന്നും മഹാപാപികൾക്കെത്തുമോ? കൃഷ്ണരാമ ഹരേ കൃഷ്ണരാമ ഹരേ കൃഷ്ണരാമ ഹരേ കൃഷ്ണരാമ ഹരേ കൃഷ്ണരാമ ഹരേ. അമ്മേ, ഒന്ന് നിർത്തുന്നുണ്ടോ? അടുക്കള ജോലി ചെയ്തോണ്ട് ഇങ്ങനെ കീർത്തനം ചൊല്ലരുതെന്ന് അമ്മയോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നീ പറയും, പക്ഷേ അനുസരിക്കാൻ എനിക്ക് മനസ്സില്ല. എടി, ബ്രാഹ്മണരെ അടുക്കളയുടെ തൊട്ടടുത്താ പൂജാമുറി വെക്കുന്നത്. അത് നിനക്കറിയോ? ഈശ്വര ഭജനത്തിന് പ്രത്യേക സ്ഥലമൊന്നും വേണമെന്നില്ല. നാമം ജപം എവിടെയും ആവാം. അമ്മ കുളിച്ചതാണോ? നാമം ജപിക്കാൻ കുളിക്കണോ എന്നാര് പറഞ്ഞു? എടി, ശാന്തിക്കാര് കുളിച്ചിട്ടേ പൂജ ചെയ്യാവൂ. നമ്മളും കുളിച്ചിട്ടേ അമ്പലത്തിനകത്ത് കയറാവൂ. പക്ഷേ ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ച് പാട്ടുപാടാൻ കുളിക്കണമെന്നില്ല. എടി, ഈശ്വരൻ സർവവ്യാപിയാണ്. ദേ, എന്റെ മുമ്പിലിരിക്കുന്ന ഈ അരകല്ലിലും ഈശ്വരനുണ്ട്. ദേ, ഈ കുഴവ് ഇങ്ങനെ കുത്തി നിർത്തിയാൽ എന്തായി? സാക്ഷാൽ ശിവലിംഗം. ചമ്മന്തി ഞാൻ വന്നിട്ട് മിക്സിയിൽ അരയ്ക്കുമായിരുന്നല്ലോ. മിക്സിയിൽ അരയ്ക്കുന്ന ചമ്മന്തി നാക്കേ വെക്കാൻ കൊള്ളാവൂ? അരകല്ലിൽ അരച്ചെടുക്കുന്ന ചമ്മന്തിയുടെ സ്വാദൊന്ന് വേറെയാ. എന്നെ പോലുള്ളവരെ എത്രയൊക്കെ പുരോഗമനം പറഞ്ഞാലും ചില കാര്യങ്ങളൊക്കെ പഴയത് തന്നെയാ നല്ലത്. അമ്മ അമ്മയുടെ ഇഷ്ടം പോലെ ചെയ്യേ. അതിനെന്താ ഇത്ര സംശയം? ഈ വീട്ടിൽ നിന്ന് എന്നെ തെക്കോട്ടെടുക്കുന്നത് വരെ എന്റെ ഇഷ്ടങ്ങളെ നടക്കൂ. ഓ, എന്നാ അമ്മ നടത്ത്. ആഭിമുഖ്യം വരും പുണ്യപൂരത്തിനാൽ ആദിനാഥൻ കൃപലേശമുള്ളോർക്കുടൻ ശാപമുണ്ടായ ശേഷം പരീക്ഷിത്തിനങ്ങേശി പോൽ പണ്ടതും കൃഷ്ണരാമ ഹരേ കൃഷ്ണരാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണരാമ ഹരേ കൃഷ്ണരാമ ഹരേ